എനിക്കൊന്നും അറിഞ്ഞൂടാ, എനിക്ക് ആരും അറിഞ്ഞൂടാ, എനിക്ക് സേതുവിനെ അറിഞ്ഞൂടാ. ഞാൻ സത്യമാണ് പറയണത്, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് ആരും അറിഞ്ഞൂടാ. അയ്യോ സത്യമാണ്. അയ്യോ 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 അയ്യോ. ജോൺ ഹോനയുടെ അപ്പച്ചനും ആൻഡ്രൂസിന്റെ അപ്പച്ചനും ഹോങ്കോങ്ങിൽ പങ്കുകച്ചവടക്കാരായിരുന്നു. ഒടുവിൽ ഹോങ്കോങ്ങിൽ നിന്നും മടങ്ങുമ്പോൾ കച്ചവടത്തിന്റെ കണക്ക് തീർത്ത കൂട്ടത്തിൽ ആൻഡ്രൂസിന്റെ അപ്പച്ചന്റെ കഥയും തീർത്തിട്ട ഹോനായി ബോംബെയിലേക്ക് വന്നത്. അവിടുന്ന് ഇതിന്റെയൊക്കെ ആരംഭം. അന്ന് അമ്മച്ചി ആൻഡ്രൂസിനെയും കൂട്ടി ബോംബെയിലുള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. അപ്പ ആൻഡ്രൂസിന് വെറും 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൻഡ്രൂസിനേക്കാൾ വേഗം വളർന്നതും വലുതായതും മനസ്സിലെ പകയായിരുന്നു. വളർന്നപ്പോ പകരം ചോദിക്കാനും എല്ലാം തിരിച്ചു മേടിക്കാനും ആൻഡ്രൂസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നെ 4 വർഷം, നീണ്ട 4 വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനായിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്. ബോംബെയിൽ ഹോനായിമാരുടെ ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റു വ്യാപാരികളെയും പീറ്റർ ഹോനായും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. നെൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു. ആൻഡ്രൂസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ സംഭവിച്ചു. പീറ്റർ ഹോനായും അയാളുടെ മുഴുവൻ സമ്പാദ്യവും ആൻഡ്രൂസിന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടു. സേതു, സേതു, ഞാനവനെ കൊന്നടാ. എന്റെ അപ്പച്ചനെ കൊന്നവനെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നു. ഇത് കണ്ടോ, ഇത് മുഴുവൻ എന്റെ അപ്പച്ചന്റെയാ. ഇതിനു വേണ്ടിയിട്ടാ അവന്റെ അപ്പച്ചനെ കൊന്ന് കടലിൽ തള്ളിയത്.
20 വർഷത്തെ കണക്ക് ഞാനെന്ത് തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചി എടുത്തു പോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം. നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചി തമ്പുരാട്ടിയെ പോലെ എനിക്ക് വാഴിക്കണോടാ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു അല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ആ ജോൺ ഹോനയെ കൂടി ഇല്ലെങ്കിൽ എന്നെ അമ്മച്ചിയമ്മ സമാധാനത്തോട് ജീവിക്കാൻ വിടൂല. അത് തീർത്തിയെ മടങ്ങി വരുന്നവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം. എന്റെ ജീവൻ കാക്കുന്ന പോലെ നീ ഇത് കാത്തു സൂക്ഷിക്കണം. ആൻഡ്രൂ, എടാ നീ പേടിക്കണ്ട, ഞാൻ മടങ്ങി വരും. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി. പിന്നെ ഒരു ദിവസം, 2 ദിവസം, അങ്ങനെ ദിവസങ്ങൾ എണ്ണി ഞാൻ അവനെയും കാത്തിരുന്നു. ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞു, കടൽക്കരയിൽ ഒരു മൃതദേഹം വന്നടിഞ്ഞിരിക്കുന്നു. ശരി, ഞാൻ മടങ്ങി വരൂടാ. എനിക്ക് മടങ്ങി വന്നേ പറ്റൂ. ഈ ക്രിസ്മസിന് ഞാൻ ആ മുറ്റത്തുണ്ടാവുമെന്ന് എന്റെ അമ്മച്ചോട് ഞാൻ പറഞ്ഞുപോയി.